ഒരു ഐസ്ക്രീം തരുവോ? എന്തുവായത്? സ്റ്റോറി മറ്റേ പഴയ സാധനം ഇട്ട് കണ്ടോ? അത് വിഷയല്ലേ? എത്ര കണ്ടാലും സിനിമ നിർത്തിട്ട്. ഹലോ ഹലോ, മൈ അക്കൗണ്ട് മൈ അക്കൗണ്ട്. നിനക്ക് മലയാളം നല്ലോണം അറിയാടാ എനിക്ക് പട്ടി. യുനോ തമിഴ് ഒരു ഇംഗ്ലീഷ്? യുനോ തമിഴ് അല്ല, നിന്റെ തന്ത. എടാ തെമ്പാടി. കട്ട് பண்ணாதே. எந்த அக்கௌண்ட் சார்? எந்த அக்கௌண்ட்? ஃபேஸ்புக் அக்கௌண்ட். ஃபேஸ்புக்ல நான் இல்லவே இல்லையே. നിനക്ക് ഫേസ്ബുക്ക് ഉണ്ടെന്ന് എനിക്ക് അറിയണം. ഒരു ചിരിമലമുള്ളേ ചിത്തിരമുള്ളേ ചിരിയല്ലേ എല്ലാ മുള്ളേ മുള്ളേ. അങ്ങനെ ആയി പോയത് ഉണ്ണിയെ. ഉണ്ണി ഞങ്ങൾ ആനക്കൂട്ടിൽ ഒരു ആനയെ കണ്ടു. ആനക്കൂട്ടിൽ ഒരു ആനപ്പിണ്ടം കണ്ടിരുന്നു. 4 ആനപ്പിണ്ടാവണ്ടേ? ഞാൻ ആനക്കൂട്ടി പോയി 4 ആനയെ കണ്ടോ. എടാ ആൽബിനെ ഒരു പ്രാർത്ഥനയുടെ കുറവുണ്ട് കേട്ടോ. എടാ ഈ വീട്ടിൽ നമ്മൾ 4 അല്ലാതെ വേറൊരുത്തിനും കൂടി ഉണ്ടോ? നമുക്ക് ആ വീട്ടിന്റെ സൈഡിലോട്ട് പ്രാർത്ഥന ഇനി കേറി. ഇവിടെ ആണെങ്കിൽ ആരോ പാവരിച്ചിട്ടിട്ടുണ്ട്. നേരത്തെ ആരോ പ്രാർത്ഥിച്ചിട്ട് പോയതാ. പ്രാർത്ഥിക്കാം. എന്തേലും ബന്ധനങ്ങളുണ്ടെങ്കിൽ വിടുതലാകട്ടെ. ഈ ബാത്റൂമിൽ നിന്ന് ഒരു വിടുതൽ വേണോടാ അല്ലേ? പ്രാർത്ഥിക്കണം. എടാ കേറി വന്നടാവൻ. ഇത് ഉണ്ണിയായിരുന്നു കേട്ടോ. ഉണ്ണി പുതിയ ക്യാരക്ടർ, അതുകൊണ്ട് മനസ്സിലായി. ചുമ്മാതല്ല, ഞാൻ ഇവനെ കണ്ടിട്ടാ പറഞ്ഞേ ഇത് വേറെ ആരോ ഉണ്ടെന്ന്. നിങ്ങൾക്ക് ഞാൻ നോക്കിയപ്പോ ഇവന് ഉടുപ്പൊന്നും ഇല്ലാതെ നടക്കുന്നു. ഞാൻ വിചാരിച്ചത് ആര്. ഓ വേണ്ട, അങ്ങ് കച്ചേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ പറ്റിയ നോക്കാ വേണോന്ന് ചോദിക്കാം. ഞാനിവിടെ ഓച്ചിറാണ്, കൂട്ടന്റെ വീട്ടില. ഞാനൊന്ന് കാളെ മേയ്ക്കാൻ ഇറങ്ങിയത് ഇവിടെ. കാളയെ മേയ്ക്കാൻ ഇറങ്ങിയാണ്. അവന്റെ വിചാരം ലോകം അവന്റെ ആന്ന. ഇല്ല മറ്റേ അവനെ ഒന്ന് പൊക്കി വിടാനുണ്ടാവില്ല. ആളുണ്ട് പോയി അടി. Capturing the defense airdrop. ഇന്ന് ഞാൻ മറ്റേ എന്റെ പുറകെ ഇവിടെ ആരോ ഉണ്ട്, സ്കോഡുണ്ട്. പിന്നെന്താ അതുകൊണ്ടാ ശരണ വലത്ത് വീട്ടില്, ആ വീട്ടിലുണ്ട് മണ്ടക്ക് അതിന്റെ പിന്നിലുള്ള ശരണ. നീ ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ ഗ്ലൂ ഇട്ടുണ്ടോ? വരുന്നടാ. ഗ്ലൂവിന്റെ പുറകിലുണ്ടോ ആരെങ്കിലും? വാടാ എടാ, ആള് കേറി വരുന്നു. രണ്ടുപേരും എടാ എന്തുവാടാ ആൽബിനെ, അവിടെ ആളുണ്ടായിരുന്നു. നീ രണ്ടുപേരും വാടാ. വിട്ടിട്ട് കാര്യമില്ല. ഉണ്ണി കാര്യം ചെയ്തേ, പൊക്കി വിടാനൊന്നും നോക്കണ്ട. ഉണ്ണി ഓടി മാറി സേഫ് കയറ്.
പോക്കില്ലടാ എന്റെ കയ്യില്. അയ്യോ കുഴപ്പമില്ല, സേഫിക്കറിയാം പയ്യെ പൊക്കി വിട്ടാ മതി. പാരമ്പര്യമൊക്കെ മാറ്റി വെച്ചിട്ട് ഓടിക്കും. വണ്ടി കയറി വണ്ടി സ്കൂട്ടാവ് അവിടുന്ന് വിട്ടോ, നേരെ വിട്ടോ. സ്കൂട്ടാവ് ഒരാളെ രക്ഷപ്പെടുത്തു. ഞാൻ എന്നെ വേണമെന്ന് പറയുന്നില്ല. ഞാൻ ഞാൻ എന്നെ പൊക്ക പറഞ്ഞില്ലടോ പോവേ. ഇങ്ങോട്ട് ഞാൻ വരുവോ? നീ അവിടെ നിൽക്കുക, ഇപ്പൊ വരാം. മടിയായി പോയി. നീ അവിടെ നിന്ന് പറഞ്ഞു മനസ്സിലായി. ഞാൻ വക്കീലിനെയും കൊണ്ട് വരാം. അയ്യോ അത് കേട്ടില്ല, ആരും കേട്ടു അല്ലേ. കോയിനങ്ങള് ഇതാണ് ടീം കളി. ഒരാള് പൊങ്ങും, ഒരാള് ചാവും, പിന്നെയും പൊങ്ങും. അവനെ കഴിവേറിയ അവൻ. എടാ ഞാൻ ആരെയും ഒരാളെ പൊക്കിയിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് എന്നോടൊന്നും തോന്നില്ല. ഞാൻ നോക്കിയില്ല, ഊന്നി കേട്ടോ. ആൾക്കാരൊക്കെ അങ്ങോട്ട് പൊങ്ങി വരട്ടെ. ഇതെന്തൊരു പരിപാടിയാണ് കാണിച്ചത്. അവൻ അവന്റെ ജീവൻ തന്ന് നിന്നെ പൊക്കിയിട്ട്, നീ നിന്റെ ജീവൻ തന്ന് ആരെയും പൊക്കിയിട്ട്, ഇതെന്തൊരു. ഒരാളെ കൂടെ പൊക്കി വിട. കോയിനുണ്ട് പോട്ടെ. അങ്ങനെ പറയരുത്. ആൽബിനെ വിഷമം തോന്നത്തില്ലെങ്കിൽ ഉണ്ണിയെ പൊക്കുക കേട്ടോ. അപ്പൊ അടുത്ത ആള് കാണാം. ഞാനിത് എവിടെ ഇറങ്ങൂടാ. നീ ഒരു കാര്യം